ശ്രീ നിജേഷ് അരവിന്ദ്, നോക്കൂ, വലിയ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മുന്നറിയിപ്പുണ്ടായിരുന്നുവെങ്കിൽ റാന്നിയിലൊക്കെ ഉണ്ടായിരിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം ഒരു പരിധിവരെ മാറ്റാൻ കഴിയുമായിരുന്നു. ജനങ്ങൾക്ക് അവരുടെ ജീവൻ സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു, മറ്റ് നാശനഷ്ടങ്ങൾ കുറയ്ക്കാൻ കഴിയുമായിരുന്നു. അതുണ്ടായില്ല. വലിയ രീതിയിലുള്ളൊരു പാളിച്ച ഇവിടെ സംഭവിച്ചിട്ടുണ്ടോ സംവിധാനങ്ങൾക്ക്? ഇഷ്ടമില്ലാത്തൊരച്ചി തൊടുന്നതെല്ലാം കുറ്റം എന്ന മാനസികാവസ്ഥയിലിരിക്കുന്ന ആളുകൾ അവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളല്ലാതെ മറ്റാരുണ്ട് എന്ന ഹാങ് ഓവറിൽ ഇപ്പോഴും സംസാരിക്കുന്ന ആളുകൾക്ക് ഇതിനപ്പുറത്തേക്ക് പറയാൻ കഴിയുമെന്നും തോന്നുന്നില്ല. ബഹുമാനപ്പെട്ട രാജീവ് എബ്രഹാമിനെ പോലെയുള്ള ആളുകൾ ഒരല്പം കൂടി റിയലിസ്റ്റിക് ആയി ചിന്തിക്കണം എന്ന ഒരു അഭ്യർത്ഥന മാത്രമാണ് നടത്തുന്നത്. ഭരണപക്ഷ എംഎൽഎമാർ പോലും പല പാളിച്ചകളും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. റാന്നിയിലെയും മറ്റുമൊക്കെ എംഎൽഎമാർ തന്നെ പറയുന്നുണ്ട് പാളിച്ചകൾ. ആറന്മുളയിലെയും നിങ്ങൾ അന്വേഷണാത്മക പത്രപ്രവർത്തനത്തിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങാം. ഞങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. ഈ 2 ദിവസം, പ്രത്യേകിച്ച് ഇന്നലെ ഒരു ദിവസം സംഭവിച്ച ഈ മഴയുടെ തോതും ഡാമിൽ വന്ന വെള്ളവും അവിടുന്ന് തുറന്നുവിട്ട കാര്യങ്ങളുണ്ടോ എന്നും അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ മനുഷ്യനിർമ്മിത പ്രളയമാണോ എന്നൊക്കെ പരിശോധിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ആറന്മുള MLA ഏതെങ്കിലും വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അബിൻ വർക്കി പറഞ്ഞിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ റാന്നി MLA പഴകുളം അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുറത്തേക്ക് പറയാം. അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നല്ല, അവർ ഈ സിസ്റ്റത്തിനകത്ത് പ്രയാസങ്ങൾ ഉണ്ടായിട്ടും പരിഹരിക്കപ്പെടാത്ത പ്രയാസങ്ങൾ ഒരുപക്ഷെ ചൂണ്ടിക്കാണിച്ചേക്കാം. അത് പരിഹരിക്കപ്പെടാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യൂസ് 18 ചാനൽ അത് പുറത്തുവിടണം. അതിനാണല്ലോ ഭരണ സംവിധാനം ഇവിടെയുള്ളത്. ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടും മുന്നറിയിപ്പ് കിട്ടിയിട്ടും അതിനെ അവഗണിച്ച, സിസ്റ്റത്തെ ഏകോപിപ്പിക്കാത്ത ഒരു സർക്കാർ സംവിധാനം ഇവിടെ ഉണ്ടെങ്കിൽ പറയണം. ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നിടത്തോളം ഇന്നലെ അതിരാവിലെ മുതൽ ഈ അലേർട്ട് നമുക്കറിയാം അർദ്ധരാത്രിയിലാണ് അലേർട്ട്. സാധാരണ തലേദിവസം വരുന്നതാണ് അലേർട്ട്. അത് അർദ്ധരാത്രിക്കാണ് അത് റെഡിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. റെഡിലേക്ക് വന്ന ഉടനെ തന്നെ സാധ്യമായ എല്ലാ സാഹചര്യങ്ങളും വെച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ തന്നെയാണ് കേരളത്തിൽ നടന്നത്. ഓരോ ജില്ലകളിലേക്കും ഏകോപനത്തിന് മന്ത്രിമാരെ അയക്കുന്നു. റവന്യൂ വകുപ്പ് ഏകോപനം നടത്തുന്നു. ഇന്നലെ വൈകുന്നേരത്തോടു കൂടി തന്നെ 65 ദുരിതാശ്വാസ ക്യാമ്പുകൾ വരുന്നു. 1600-ലധികം ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റുന്നു. അവിടെ വളരെ പെട്ടെന്നുണ്ടായ സജ്ജീകരണങ്ങൾ പറ്റാവുന്ന എല്ലാ തരത്തിലും അവിടെ സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു. ഉരുൾപൊട്ടലിലെ മരണം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഉണ്ടാവുന്ന മരണം പോലും നമ്മൾക്ക് അറിയാം. ഒരു മഴയുടെ ഭാഗമായിട്ട് അല്ലെ കഠിന മഴ വെള്ളക്കെട്ടിൽ വീണത് സംഭവിക്കാൻ പാടില്ലാത്തതായിരുന്നു. ആ തരത്തിലുള്ള മരണങ്ങളാണ് ഇന്നലെ പ്രത്യേകിച്ചും മലബാർ മേഖലയിലൊക്കെ സംഭവിച്ചിട്ടുള്ളത്. അത് ഈ സാഹചര്യത്തിൽ സംഭവിച്ചു എന്നുള്ളത് വളരെ പ്രയാസകരമായ സാഹചര്യമാണ്. പക്ഷെ അവിടെ ഗവൺമെന്റ് ആണ് അതിനെ ക്ഷണിച്ചു വരുത്തിയത്. മനുഷ്യനിർമ്മിതമാണ് എന്നൊക്കെ പറയുന്നത് ഒരൽപ്പം കടന്ന കൈയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾക്ക് വിലയിരുത്തുന്നത് ഞങ്ങൾ ഓപ്പൺ ആണ്, ഒരു സർക്കാർ ആരംഭിച്ചിട്ടുള്ള നിങ്ങൾക്ക് ഓപ്പൺ ആണ്, നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ കുറ്റം പറയുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും, നഷ്ടപരിഹാരം, നമുക്ക് സമയം വരുന്നല്ലേ ഉള്ളൂ. കണക്കെടുക്കണ്ടേ? എത്ര വീടുകൾ പോയിട്ടുണ്ട്, എത്ര ആളുകൾക്ക് സാധനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതിന്റെ കണക്കെടുക്കണ്ടേ? ഇന്നലെ ദുരിതമുണ്ടായി, ഇന്ന് രാവിലേക്ക് വെള്ളം താഴുന്നതിന് മുമ്പ് അവിടെ നഷ്ടപരിഹാരം പ്രഖ്യാപിക്കണം എന്നൊക്കെ പറയുന്നത് ഒരല്പം ബാലിശമല്ലേ? അങ്ങനെയാണെങ്കിൽ കവളപ്പാറയിലും പുത്തുമലയിലും ഒക്കെ വീടുകൾ ഉയർന്നു നിൽക്കുകയും അവിടെയൊക്കെയുള്ള നഷ്ടപരിഹാരങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാണെങ്കിൽ നമുക്ക് പറയാം 2018 മുതൽ ഇങ്ങോട്ട് കേരളത്തിന്റെ നമുക്ക് ആ 18ലെ ദുരന്തത്തെ, ഓൾ കേരള ദുരന്തത്തെ മാറ്റി നിർത്താം. അതിനു മുമ്പ് നിലമ്പൂരിലും അതിനുശേഷം കവളപ്പാറയിലും ഒക്കെ ഉണ്ടായ ദുരന്തങ്ങൾക്കകത്ത് പൊട്ടിത്തകർന്ന പാലങ്ങൾ വരെ 16ഓളം ആദിവാസി ഊരുകളിലേക്കുള്ള പാലം പോലും പുനർനിർമ്മിക്കപ്പെടാത്ത കേരളത്തിനകത്ത് നിന്നുകൊണ്ട് കുറ്റം പറയുമ്പോൾ സഹായം പ്രഖ്യാപിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞ സമയത്ത് തന്നെ ഞാൻ അത് ചൂണ്ടിക്കാട്ടിയല്ലോ. അത് സമയമെടുത്ത് അല്ലെങ്കിൽ കുറച്ച് 4-5 ദിവസങ്ങൾ എടുത്ത് തീരുമാനിച്ചോളൂ, അതല്ല. പക്ഷേ ആശ്വാസകരമാകുന്ന നടപടികൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ടാകണമല്ലോ. ഒന്ന്, അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത് ഡാമുകൾ, 2 ഡാമുകൾ തുറന്നു മുന്നറിയിപ്പില്ലാതെ. അതാണ് ഈ സാഹചര്യം സൃഷ്ടിച്ചതെന്നാണ്. കഴിഞ്ഞ പ്രളയത്തിന്റെ സമയത്ത് നിങ്ങളും ഇതുപോലെയുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ഡാം മുന്നറിയിപ്പില്ലാതെ തുറന്നതാണ്, മനുഷ്യനിർമ്മിത ദുരന്തമാണ് എന്ന് പറഞ്ഞു. പിന്നീട് അതിന്റെ തെളിവുകൾ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നിങ്ങൾ പുറത്തുവിട്ടതാണ്. ചില സംഭാഷണങ്ങൾ ഉൾപ്പെടെ മാത്യു കുഴൽനാടൻ പുറത്തുവിട്ടത് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഉള്ള ഒരു സർക്കാർ ഭരിക്കുമ്പോൾ ആ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? അതിലെന്താണ് മറുപടി? മറ്റൊന്ന്, ഈ ദുരന്തം ഉണ്ടായതിനു ശേഷം ആളുകളെ ആദ്യം എത്തിക്കുന്നത് ദുരിതാശ്വാസ ക്യാമ്പുകളിലാണല്ലോ. അങ്ങനെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചിരുന്നോ? അങ്ങനെയാണെങ്കിൽ അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ല എന്ന പരാതി ജനങ്ങൾക്ക് പറയേണ്ടി വരില്ലല്ലോ. ഭക്ഷണം വൈകി എന്ന പരാതി പറയേണ്ടി വരില്ലല്ലോ. മരുന്നുൾപ്പെടെ കിട്ടിയില്ല എന്ന പരാതി പറയേണ്ടി വരില്ലല്ലോ. ഓരോന്നിനും മറുപടി പറയാം.
2018 പ്രളയകാലത്ത് മനുഷ്യനിർമ്മിത പ്രളയം എന്ന് അന്ന് ആ ദിവസം രാത്രി ഞങ്ങൾ പുരപ്പുറത്ത് കയറി വിളിച്ചതല്ല. അത് വളരെ നിങ്ങൾ തന്നെ പറഞ്ഞ വാക്ക് കടമെടുത്ത് പറഞ്ഞാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നിങ്ങളും ഞാനും ഒക്കെ അന്നിരുന്ന് ചർച്ച ചെയ്തു. ഓരോ പ്രദേശത്തുമുണ്ടായ മനുഷ്യനിർമ്മിത പ്രളയങ്ങളുടെ കാരണക്കാരെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ തെളിവുകൾ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നലെ ഒരു ദിവസം ഇന്നലെ അതിരാവിലെ ആരംഭിച്ച മഴയ്ക്കകത്ത് വൈകുന്നേരത്തോടു കൂടി ദുരിതാശ്വാസ ക്യാമ്പുകൾ സജ്ജീകരിച്ചു കഴിഞ്ഞു. നിങ്ങൾക്കറിയാം, ഒരു പ്രദേശത്ത് മഴ വന്ന പ്രദേശത്ത് ഒരു ദുരിതാശ്വാസ ക്യാമ്പ് സജ്ജീകരിക്കുന്ന സമയത്ത് അവിടേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിൽ ഏതെങ്കിലും രീതിയിലുള്ള 1-2 മണിക്കൂർ വൈകിട്ടുണ്ടെങ്കിൽ ആ ഭൂമിശാസ്ത്രം കൂടി നിങ്ങളും ഞങ്ങളും ഒക്കെ മനസ്സിലാക്കണം. പക്ഷേ അവിടെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും തുടർച്ചയായിട്ട് ഇന്ന് അവിടെ ഭക്ഷണമില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞു പരാതി പറഞ്ഞ ആളുകളെ പറ്റിയൊക്കെ ഞങ്ങൾ അവരുടെ ഫേസ്ബുക്ക് എടുത്ത് അവരുടെ രാഷ്ട്രീയത്തെ പരാതി പറഞ്ഞ ആളുകൾ മാത്രമല്ല നിജേഷ്, എന്തിനാണ് തർക്കിക്കുന്നതെന്ന് അറിയത്തില്ല. നോക്കൂ, മന്ത്രി എ.പി. അനിൽകുമാർ അതിനെക്കുറിച്ച് പറയുന്നത് നോക്കൂ. മന്ത്രി എ.പി. അനിൽകുമാർ തന്നെ സമ്മതിച്ചു ഭക്ഷണ വിതരണം പാളി അല്ലെങ്കിൽ വൈകി എന്നത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാക്കുകളൊന്ന് കേൾക്കാം. ഞാൻ രാവിലെ തന്നെ ആറന്മുളയുമായി ബന്ധപ്പെട്ട് അവിടെ MLA അബിൻ വർക്കിയുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഒരു ക്യാമ്പിനകത്ത്, ആറന്മുള ക്യാമ്പിനകത്ത് ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ, രാവിലത്തെ പ്രഭാത ഭക്ഷണം എത്തുന്ന കാര്യത്തിൽ അല്പം വൈകിപ്പോയി എന്നുള്ള രീതിയിലൊരു പരാതിയാണ് അവിടെ നിന്ന് വന്നത്. ഉടനെ തന്നെ ജില്ലാ കളക്ടറെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അത് എത്താൻ അല്പം വൈകി എന്നേ ഉള്ളൂ. എല്ലാവർക്കും പ്രഭാത ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു. പക്ഷെ ഉദ്ദേശിച്ച സമയത്ത് എത്തുന്നതിലുള്ള ഒരു കാലതാമസമാണ് അത് പറഞ്ഞത്. മിനിസ്റ്റർ പറയുന്ന കേട്ടല്ലോ, ആരും ഇല്ലാത്തതൊന്നും പറഞ്ഞതല്ല. പ്രഭാത ഭക്ഷണം വൈകിയത് കൊണ്ടാണ് വൈകി എന്ന് പറയുന്നത്. മരുന്ന് കിട്ടിയില്ല, പ്രഷറിന്റെ മരുന്ന് ചേർച്ചിട്ട് മണിക്കൂറുകൾ കാത്തിരുന്ന് അത് പരാതി പറയുമ്പോഴാണ് അങ്ങനെ ഉണ്ടായി എന്ന് പറയുന്നത്. പ്രഭാത ഭക്ഷണം ഉച്ചയ്ക്ക് ശേഷമാണ് കൊടുത്തത്. നിങ്ങൾ അന്വേഷിക്കേ, പ്രഭാത ഭക്ഷണം വാഹന സൗകര്യങ്ങൾ നിങ്ങൾ അന്വേഷിക്കും. നിങ്ങളെ പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. പ്രഭാത ഭക്ഷണം കിട്ടിയില്ലെങ്കിൽ, അത് ഉച്ചയ്ക്ക് ശേഷമായി പോയിട്ടുണ്ടെങ്കിൽ, ലഞ്ചിനും ശേഷമാണെങ്കിൽ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടപ്പോൾ തിരുത്തിയിട്ടുണ്ട് എങ്കിൽ ആ തിരുത്തലിനാണ് ഇതുപോലെയുള്ള ഒരു ദുരന്ത മുഖത്ത് നമ്മൾ വില കൊടുക്കേണ്ടത്. ഞാൻ അതിനപ്പുറത്തേക്കൊന്നും കടന്നുപോയില്ല. നാളെ അത് ചർച്ച ചെയ്യപ്പെടട്ടെ, ഞാനത് പുറകോട്ടൊന്നും പോകുന്നില്ല. ചർച്ച ചെയ്യപ്പെടണം. പക്ഷേ അനിൽകുമാർ തന്നെ സമ്മതിച്ചിട്ടുണ്ട്, മന്ത്രി തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ പറയുന്നത് എത്രത്തോളം ശരിയാണ് എന്ന് നിങ്ങൾ പരിശോധിക്കുക. ഞാൻ അദ്ദേഹം പറയുന്നത് കേട്ടത് പരാതി വന്നു, പരിഹരിച്ചു. അങ്ങനെയാണല്ലോ, ഒരു പരാതി ഉയർന്നു വന്നാൽ, ക്യാമ്പിൽ നിന്ന് പരാതി ഉയർന്നു വന്നാൽ അത് കേൾക്കാൻ മനസ്സിലാത്തവരുണ്ടെങ്കിൽ, കേട്ടിട്ടില്ല എങ്കിൽ, പരിഹാരം ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് പ്രശ്നം തന്നെയാണ്. പരിഹാരം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിന് അംഗീകരിക്കുക കൂടി ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, നല്ലത് എന്നുകൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. ശരി, പ്രശ്നം പരിഹരിച്ചു പോയി. പക്ഷേ മുന്നൊരുക്കത്തിന്റെ പാളിച്ചയല്ലേ അവിടെ കണ്ടത് എന്നതാണല്ലോ നിജേഷ് അരവിന്ദ് ഞാൻ ചോദിച്ചത്. മുന്നൊരുക്കം ഉണ്ടായിരുന്നു എങ്കിൽ ആ വൈകൽ അവിടെ ഉണ്ടാകില്ലായിരുന്നു. അവർക്ക് അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിൽ പരാതി പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകൾ ക്രമീകരിക്കുകയും അത് ഏത് സമയവും ആവശ്യമാകുമെന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തിരുന്നുവെങ്കിൽ, അതാണ് ഞാൻ ചൂണ്ടിക്കാട്ടിയത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോ ഞങ്ങളൊക്കെ ദുരിതാശ്വാസ ക്യാമ്പിന് നേതൃത്വം കൊടുത്ത ആളുകളാണ്. ഇതുപോലെ ബാലിശമായി പറയരുത്. ഞങ്ങളൊക്കെ ഒരുപാട് ദുരിതാശ്വാസ ക്യാമ്പ് ഓരോ വർഷം, അതുകൊണ്ട് ഈ തരത്തിൽ ബാലിശമായ കാര്യങ്ങൾ ശ്രീ നിജേഷ് അരവിന്ദ് ചൂണ്ടിക്കാട്ടും. ഭക്ഷണം ഒരു നേരം പോലും വൈകിയ സമയമില്ലാത്ത അല്ലെങ്കിൽ അത്തരം പരാതികൾ ഉണ്ടാകാത്ത കാലവും ഉണ്ടായിരുന്നുവല്ലോ. അത് കരുതൽ എന്നൊക്കെ നിങ്ങൾ ഒരുപക്ഷെ കളിയാക്കിയിട്ടുണ്ടാകും. പക്ഷെ അങ്ങനെയുള്ള കാലം ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരുപക്ഷെ കമ്പാരിസൺ ഉണ്ടാകും. ദയവായി ഒന്ന്, എന്തായാലും ഇല്ലാത്തതല്ലല്ലോ പറഞ്ഞത്, മന്ത്രി പോലും സമ്മതിച്ച കാര്യമാണ്. താങ്കൾ ആദ്യം അത് ഇല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് കേൾപ്പിക്കേണ്ടി വന്നത്. സഹിഷ്ണുതാ പ്രശ്നമില്ല. നിങ്ങൾ പറഞ്ഞു തുടങ്ങിയ പരാതിയിൽ നിങ്ങൾക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസവുമില്ല. സ്റ്റിക്ക് ഓൺ ചെയ്യാം. ഉള്ള പരാതി ഉയർന്നതാണ് പറഞ്ഞത്. അവിടെ എത്ര മണിക്കൂർ വൈകി, ഉച്ചയ്ക്ക് ശേഷമാണോ കിട്ടിയതെന്ന് ചോദിച്ചാൽ ഉച്ചയ്ക്ക് ശേഷം കിട്ടിയതാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കിട്ടിയെന്ന് പറയാം. എന്തായാലും വൈകി എന്നുള്ളത് വാസ്തവമാണല്ലോ. അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ല പലയിടങ്ങളിലും എന്നത് വാസ്തവമാണല്ലോ. കൂടുതൽ സംവിധാനങ്ങൾ തരണമെന്ന് MLA മാർ തന്നെ പറയുന്നത്, അങ്ങനെയുള്ള ഇടപെടൽ വേണമെന്ന് നിങ്ങളുടെ MLA മാർക്ക് തന്നെ പറയേണ്ടി വരുന്നല്ലോ. അതൊരു വാസ്തവമാണ്. ഞാൻ താങ്കളിലേക്ക് വരാം. MLA മാർ മിണ്ടാതിരിക്കുന്നില്ലല്ലോ. ഞങ്ങളുടെ MLA മാർ നാവ് അടച്ചു കെട്ടിയിട്ടില്ല. ഞങ്ങളത് MLA മാർക്ക് പറയാനുള്ളതൊക്കെ പറയും, അതിന് പരിഹാരം ഉണ്ടാക്കും. ശരി, ശ്രീ ഡി സുരേഷ് കുമാർ, നോക്കൂ, ഇവിടെ ഇപ്പോ നിസാര കാര്യങ്ങളെ പൊലിപ്പിച്ചു കാണിക്കുന്നുണ്ടോ? ഞങ്ങൾ കേമന്മാരാണ് ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ നേരിടുന്നതിൽ, അതിൽ ഞങ്ങൾ ആ കേമത്തരം കാണിച്ചിട്ടുണ്ട് എന്ന ഒരു മേനി പറച്ചിൽ കൂടി ഈ ദുരന്ത സമയത്ത് നടത്തുന്നുണ്ടോ? അങ്ങനെയാണോ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്? രാജു എബ്രഹാം ഒക്കെ ഈ പറയുന്ന കാര്യങ്ങൾ അല്പം കടത്തി പറയുന്നതാണോ ഇപ്പോൾ? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.